പാലക്കാട്ടെ വിദ്യാർത്ഥികൾ വീണ്ടും സമൂഹത്തിൽ നിന്നും കയ്യടി നേടുകയാണ്. കഴിഞ്ഞ ദിവസം തകർന്നു വീണ വൈദ്യുതി ലൈനിൽ നിന്നും ഒരു നാടിനെ മുഴുവൻ രക്ഷിച്ചത് പേരൂരിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋത്വിക്കായിരുന്നു. ഇപ്പോഴിതാ ഷൊർണൂരിലെ കുറച്ച് വിദ്യാർത്ഥികളുടെ അവസരോചിതമായ ഇടപെടലും സമൂഹത്തിൽ വൈറലാവുകയാണ്. ഗോകുൽ കൃഷ്ണ, അനന്തു കൃഷ്ണ, ഹരിദേവ്, അശ്വിൻ ചന്ദ്ര, അനശ്വർ, വിധു കൃഷ്ണ, ശ്രേയസ്, ശ്യാം ശേഖർ, മുഹമ്മദ് റസാൻ, മനുരാജ് ഇവരാണ് ഇപ്പോൾ ഷൊർണൂരിലെ ഹീറോസ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നല്ല സമരവും കണ്ട ഉച്ചഭക്ഷണവും കഴിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുമ്പോഴാണ് ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇവർ നല്ല തിരക്കുള്ള ഷൊർണൂർ കുളപ്പുള്ളി റോഡിൽ 70 വയസ്സുകാരനായ ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടത്. പരിശോധിച്ചപ്പോൾ വൃദ്ധന് ബോധമില്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഉടൻ കയ്യിലുണ്ടായിരുന്ന വെള്ളം വൃദ്ധന്റെ മുഖത്തേക്ക് തെളിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ ഓടിച്ചെന്ന് അധ്യാപകരെ കൂട്ടിക്കൊണ്ടുവന്നു. ഭക്ഷണം കഴിക്കാതെ തളർന്നു വീണതാണെന്ന് മനസ്സിലാക്കി അടുത്തുള്ള ഹോട്ടലിലേക്ക് വൃദ്ധനെ കൊണ്ടുപോയി അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകി. ഞങ്ങൾ ഒരു കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരാൾ നടന്നു പോകണ്ടാവും. ഞങ്ങൾ ആളെ ഒരു ഇതായി കൂട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ വീണത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആളെ എടുത്തിട്ട് റോഡിലെ സൈഡിലേക്ക് മാറ്റിയിട്ട് തലേനായിട്ട് വേഗം വെച്ചു കൊടുത്തു. വെള്ളം വേണം പറഞ്ഞു വെള്ളം കൊടുത്തു. അതിൽ ഏറ്റവും നമുക്കൊരു അഭിമാനം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് തന്നെ ആ സ്കൂൾ ബാഗ് തലയണായിട്ട് വെച്ചിട്ട് അവരത് കൊടുത്തേക്കാണ്. എന്നിട്ട് അവരെ കുട്ടികളെല്ലാവരും ഇങ്ങനെ നമ്മുടെ ഒരു സ്വന്തം ബന്ധുക്കളെ പോലെ അവരെ ശുശ്രൂഷിച്ചിട്ട് വയ്ക്കണം. അത് ഭയങ്കര ഒരു അത്രയ്ക്ക് അഭിമാനം തോന്നിയ ഒരു വിഷയമാണ്. വിദ്യാർത്ഥികളുടെ ഈ ഇടപെടൽ പുറം ലോകം അറിഞ്ഞതോടെ എങ്ങു നിന്നും വിദ്യാർത്ഥികളെ തേടി അഭിനന്ദനങ്ങൾ എത്തുകയാണ്. പക്ഷേ ആരോഗ്യം മെച്ചപ്പെട്ട് വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ തങ്ങൾ രക്ഷിച്ച വൃദ്ധന്റെ മുഖത്തുണ്ടായിരുന്ന ചിരിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്നാണ് ഈ കുരുന്നുകൾ പറയുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നിയത്? റിപ്പോർട്ടർ, പാലക്കാട്.